തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി കല്ലറ എപ്പോൾ തുറക്കുമെന്നതിൽ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം ഇന്നുണ്ടാകാൻ സാധ്യത. കല്ലറ തുറക്കണമെന്ന ഉറച്ച നിലപാട് തന്നെയാണ് പോലീസ്. കുടുംബത്തിന് പോലീസ് ഉടൻ നോട്ടീസ് കൊടുക്കും. എന്നാൽ കല്ലറ തുറക്കുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിയമപരമായിട്ടെന്ന് പറയുമ്പോൾ ഹിന്ദു ഐക്യവേദി അത് അവരുമായിട്ട് തീരുമാനമെടുത്തിട്ട് വേണം എല്ലാ കാര്യങ്ങളായിട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഹിന്ദു ആചാരം എങ്ങനെയുണ്ടെന്ന് ഇനിയിപ്പോൾ ഹിന്ദു ഐക്യവേദി തീരുമാനിക്കും. അപ്പോൾ ഹിന്ദു ഐക്യവേദി തീരുമാനിച്ചിട്ട് അപ്പോൾ അവരുടെ തീരുമാനങ്ങളും കൂടെ നമുക്ക് ഉറപ്പിക്കണം. കാര്യം ഹിന്ദു ആചാര്യത്തെ ഞങ്ങളാരും വ്രണപ്പെടുത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നില്ല. എ.വി. ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, എന്നാൽ ഇപ്പോൾ വരുന്ന സൂചന ഹൈക്കോടതിയിലേക്ക് പോകേണ്ട എന്ന രീതിയിലാണ്. കാര്യം കോടതി മെറിറ്റ് അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ വെട്ടിലായി പോകുമോ എന്ന് ചില സംഘടനകളൊക്കെ സംശയിക്കുന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നു. എന്താണ് യഥാർത്ഥ വിവരം? എന്തായാലും ഈ കുടുംബം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ആലോചനയിൽ തന്നെയാണ്. നമ്മൾ ഇവരുടെ അഭിഭാഷകരുമായി മറ്റെല്ലാം നേരത്തെ സംസാരിച്ചിരുന്നു. അതിലും അല്പസമയത്തിനകം തന്നെ 24-നോടൊപ്പം ചേരും. അവർ നിയമ നടപടികളുമായി ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകാനുള്ള ഒരു തീരുമാനത്തിലാണ്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് ഈ കല്ലറ തുറന്ന് പരിശോധിക്കണമെന്നൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുടുംബത്തിന് നോട്ടീസ് നൽകിക്കൊണ്ടായിരിക്കും തുടർ നിയമ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഒപ്പം തന്നെ കുടുംബം വളരെ വൈകാരികമായാണ് ഈ ഒരു കല്ലറയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ ഒരു കല്ലറ തുറന്നുള്ള ഒരു പരിശോധനയ്ക്ക് കുടുംബം എന്തായാലും അനുമതി നൽകില്ല. ആ നിലപാടിനോടുള്ള വിയോജിപ്പ് കൃത്യമായി സർക്കാരിന് മുന്നിൽ, ഇവിടുത്തെ ഭരണ സംവിധാനത്തിന് മുന്നിൽ അവതരിപ്പിക്കും. ഒപ്പം തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന കുടുംബം പറഞ്ഞു. എന്തായാലും ഈ കുടുംബത്തിന്റെ അഭിഭാഷകൻ തന്നെ 24-നോടൊപ്പം ചേരുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈക്കോടതിയിൽ സമീപിക്കാൻ തന്നെയാണോ നമ്മുടെ തീരുമാനം? അല്ല, തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഇവിടുത്തെ പോലീസ് ആയാലും, നെയ്യാറ്റിൻകര പോലീസ് ആയാലും, DYSP ആയാലും, RDO ഒക്കെ ആയാലും ആദ്യം നമ്മളോട് സമീപിച്ചൊരു നിലപാട്, നിങ്ങൾക്കൊരു നോട്ടീസും തരേണ്ട ഒരു ആവശ്യമില്ല, ഇവിടെ ക്രമസമാധാന പ്രശ്നമാണ്, അങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നത്തിലുള്ള നടപടി മാത്രമാണ് സ്വീകരിക്കുന്നത്. നമ്മൾ പറഞ്ഞ അങ്ങനെയല്ല, ഇത് കേവലം ഒരു വ്യക്തിയെ കുഴിച്ചിട്ടു, ആ കുഴിമാന്തി എടുക്കുന്ന ഒരു ലാഘവത്തിൽ പോലീസോ ജില്ലാ ഭരണകൂടവും മുന്നോട്ട് പോകരുത് എന്നുള്ള നമ്മുടെ ആവശ്യം. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ചർച്ചയ്ക്ക് ശേഷം നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുകയും രണ്ട് മക്കളും ഞാനുമൊക്കെ ആയിട്ട് ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അവർ നമുക്ക് ആദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനം അറിയിച്ചു. അതിനുശേഷം ഇന്ന് നോട്ടീസ് നൽകുമെന്ന് അറിയിച്ചു. തീർച്ചയായിട്ടും ഈ നമ്മൾ പറയുന്ന കൺസേൺ സമാധിയാണ് എന്നുള്ളൊരു കൺസേൺ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ, അതായത് സ്വർഗവാതിൽ ഏകാദശി ദിവസത്തിൽ അദ്ദേഹത്തെ സമാധിയാക്കിയതാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം 41 ദിവസത്തെ കൃത്യമായിട്ടുള്ള പൂജയുണ്ട്. ആ ഒരു കൺസേൺ ഒക്കെ തന്നെ ഇന്നലെ ഇപ്പോൾ RDO കൺസേൺ ചെയ്തിട്ടുണ്ട്, അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സമയം തന്നിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ സമയമാണെങ്കിൽ പോലും ഇന്നലത്തെ നടപടിക്രമങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് സമയം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ചലഞ്ച് ചെയ്യാമെങ്കിൽ ചലഞ്ച് ചെയ്യുന്ന രീതിയിലോട്ട് തന്നെയാണ്. എവിടെയാണോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ റിട്ട് പെറ്റീഷനുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്, അവിടെ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അടക്കം നമ്മൾ പോകുന്നുണ്ട്. അതിന്റെ രേഖകൾ ഒന്ന് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആശുപത്രി അടക്കമുള്ള രേഖകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് കളക്ട് ചെയ്തിട്ട് ഹൈക്കോടതിയിലടക്കം ചലഞ്ച് ചെയ്യും. അങ്ങൊരു അഭിഭാഷകനാണ്. പക്ഷെ നിയമപരമായി പോലീസിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ പോലീസിന് ഇത്തരത്തിലുള്ള ഒരാളെ കാണാതാകുന്നില്ല പരാതി, അസ്വാഭാവിക മരണത്തിന് ആദ്യം മിസ്സിംഗ് കേസ് പോലീസ് എടുക്കുന്നു, പിന്നീട് അസ്വാഭാവിക മരണമാകുന്നു. അപ്പൊ അത്തരത്തിൽ നിയമവ്യവസ്ഥയ്ക്ക് അതിന്റെ ഒപ്പം പോകേണ്ടേ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ കൂടി നോക്കുമ്പോൾ? അല്ല, അതിനൊന്നും നമ്മൾ ആരും കുറ്റം പറയുന്നില്ല, അതിനൊന്നും പക്ഷേ ഇതിന്റെ കൺസേൺ ആരാണ് ഇതിന്റെ ഒരു ഭാഗത്ത് കംപ്ലൈന്റായിട്ട് വരിക? അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് തന്നെ, ശ്രീ ഗോപൻ സ്വാമികൾ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് സ്വസ്ഥത കൊടുക്കാതെ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുവിന് തർക്കമുന്നയിക്കുന്ന വ്യക്തികൾ, ഈ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള വഴിയിൽ തർക്കമുന്നയിക്കുന്ന വ്യക്തികൾ, അങ്ങനെയൊക്കെ തർക്കമുന്നയിച്ച വ്യക്തികൾ, അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സ്വസ്ഥത കൊടുക്കാത്ത വ്യക്തികളുടെ കൺസേൺ ആണോ പോലീസും ജില്ലാ ഭരണകൂടവും ഉന്നയിക്കേണ്ടത്? അല്ലെങ്കിൽ അതാണോ അഡ്രസ് ചെയ്യേണ്ടത്? അതോ അദ്ദേഹത്തിനോടൊപ്പം ജീവിച്ച ഭാര്യ, അദ്ദേഹത്തിന്റെ 2 മക്കൾ, അവരുടെ കൺസേൺ? അല്ലെങ്കിൽ അവരിപ്പോ നടപ്പിലാക്കിയത് അദ്ദേഹത്തിന്റെ തന്നെ, ഗോപൻ സ്വാമികളുടെ തന്നെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സമാധിയാവുക എന്നുള്ളത്. അതാണ് അവർ നടപ്പിലാക്കിയത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ അത് സമാധിയാവുക എന്നുള്ള ആവശ്യമാണ് നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ 41 ദിവസത്തെ കൃത്യമായിട്ടുള്ള പൂജ
അതും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതാണ് ചേട്ടാ, ഈ പരാതിക്കാരൻ ആര് എന്നതിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹം ഉന്നയിക്കുന്നതിൽ ഒരു നിയമ സാധ്യതയുണ്ട്. കാരണം ഒരു മരണം സംഭവിച്ചു അല്ലെങ്കിൽ ഒരാളെ കാണാതാകുന്നു, അതിലൊരു ദുരൂഹത, അത്തരം നിയമപ്രശ്നങ്ങൾ ഈ പരാതിക്കാരൻ ഉന്നയിക്കുന്നുണ്ട്. അതിൽ നിയമപരമായ ഒരു സാധ്യതയുണ്ട്. പോലീസ് സ്വാഭാവികം ലോ ആൻഡ് ഓർഡറുള്ള പരിപാലിക്കുന്ന പോലീസിന് അത് പരിശോധിക്കണം. അപ്പോൾ ആരുന്നയിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ആരോപണത്തിലെ കഴമ്പ് അതൊരു അഭിഭാഷകൻ എന്ന രീതിയിൽ നോക്കുമ്പോഴെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ട ഒരു സാധനമല്ലേ? അല്ല, അത് ഈ ആരോപിക്കുന്ന വ്യക്തികളുടെ നിക്ഷിപ്ത താല്പര്യം അന്വേഷിക്കണം. അതുപോലെ ഇത് ആരെയാണോ പോലീസും ഭരണകൂടവും ഒക്കെ തന്നെ ഇന്നലത്തെ ഞാൻ പറയുന്നില്ല, അതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ നിങ്ങളൊക്കെ തന്നെ ആരെയാണോ ക്രൂശിക്കപ്പെട്ടത്, ആ ക്രൂശിക്കപ്പെട്ടവർ യഥാർത്ഥത്തിൽ പരേതനായിട്ടുള്ള അല്ലെങ്കിൽ സമാധിയായിട്ടുള്ള ഗോപൻ സ്വാമികളുടെ ആഗ്രഹമാണോ നിറവേറ്റിയത് എന്നുള്ള കാര്യം കൂടെ കൺസേൺ ആയിട്ടുള്ളത് പോലീസിനില്ലെങ്കിലും RDO, അദ്ദേഹം മജിസ്ട്രീരിയൽ പവറുള്ള വ്യക്തിയാണ്, അദ്ദേഹം ആ കൺസേൺ കൂടെ, കുടുംബത്തിന്റെ കൺസേൺ കൂടെ കേൾക്കണം. അങ്ങനെ കേട്ടതിന് ശേഷം തന്നെയാണ് ഇന്നലത്തെ നടപടികളൊക്കെ തന്നെ നിർത്തിവെച്ചത്. എന്തായാലും ഗോപൻ സ്വാമിയുടെ മകൻ കൂടി ചേരുന്നുണ്ട്. അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ പോകണമെന്നാണ്. ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും നിഷ്പക്ഷ താല്പര്യങ്ങളുണ്ട്? ഈ വിവാദങ്ങളൊക്കെ മരണത്തിന് പിന്നാലെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. ഇവിടെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിശ്വംഭരനാണ് നമ്മുടെ വീടിന്റെ പുറകിലുള്ളത്. അവർക്ക് ഈ ക്ഷേത്രത്തിന്റെ അടുത്തൂടെ വഴി കൊടുക്കാത്തതിന്റെ ഏക പ്രശ്നത്തിനുള്ള കാരണമാണ്. തൊട്ടടുത്തുള്ളതാണ്. പിന്നെ ഏകദേശം കുറേ ദൂരങ്ങൾ കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവരുടെ വീടുകൾ. സാറ് കണ്ടല്ലോ അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നാഗരുടെ കാവ് വെച്ചതിൽ അതിലൊരു മുസ്ലിമിന്റെ തർക്കം. എന്തായാലും ഈ നാഗരുടെ കാവ് വെച്ചതിൽ ഒരു മുസ്ലിമിന്റെ തർക്കമുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടാത്ത ഒരാളാണ് ഈ അച്ഛന്റെ സമാധി ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഗുണ്ടായിസം പോലെ 20-25 കൂടുതൽ ആൾക്കാർ വരും ഫസ്റ്റ് റൗണ്ടിൽ. ഞങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഗുണ്ടായിസം കാണിച്ചിട്ട് പോയത്. ഹിന്ദു ആചാര്യത്തെ വ്രണപ്പെടുത്താനായിട്ട് ഞങ്ങൾ ഒരിക്കലും സാധിക്കൂല. അതുകൊണ്ട് ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്താൻ ഞാൻ ഒരിക്കലും സാധിക്കൂല. അതിനെ ഹിന്ദു ഐക്യവേദി ഇതിലെന്താണെന്ന് വെച്ചാൽ അതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് SKN കുടുംബം പറയുന്നത്. ഈ കല്ലറ പൊളിക്കാൻ ഒരു തരത്തിലും അവർ അനുവദിക്കുകയില്ല. അതിന് നിയമപരമായ നടപടികളുമായി വിവരങ്ങൾ നൽകിയത്.